നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. അങ്ങനെ ഭഗവാൻ ഗുരുവായൂർ കണ്ണനെയും അവർ സുന്നത്ത് കഴിച്ച് ഞമ്മൻ്റെ ആളാക്കി മാറ്റിയിട്ടുണ്ട്. നാണവും മാനവും ഉളുപ്പും നട്ടെല്ലും തൻ്റെടവുമുള്ള ഏതെങ്കിലും ഒരു ഹിന്ദു ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇതിന് ബദല് നിന്നെ കൊണ്ടൊക്കെ വല്ലവും ചെയ്യാൻ പറ്റുമോ? ഇനി ഹിന്ദുവിനെ മാത്രമാണോ, ഏതെങ്കിലും നട്ടെല്ലും തൻ്റെടവും ഉളുപ്പും നാണവും മാനവും ഒറ്റ തന്തയ്ക്കും പിറന്ന ഹിന്ദു സംഘടനകൾ, ഇതിന് ബദല് വല്ലതും ചെയ്യാൻ നിനക്കൊക്കെ പറ്റുമോ? ഇല്ലെന്നേ. വെറും നാമജപവും സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രതികരണവും പ്രതിഷേധവും കഴിഞ്ഞു. അവർക്കറിയാം അവരെന്തിനു വേണ്ടിയിട്ടാണോ ഇത്തരത്തിലൊരു പോസ്റ്റർ ഇറക്കിയത്, ആ പോസ്റ്റർ കൃത്യമായിട്ട് വിജയിച്ചു എന്ന് അവർക്കറിയാം. മറ്റൊന്നുമല്ല, ചേർത്തല ഷാഹിർ, മുഹമ്മദ് ഷാഹിർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവും അയാളുടെ മകനുമൊക്കെ ആയിട്ടുള്ള ഒരുത്തനും അവന്റെ കൂട്ടനുമൊക്കെ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഭഗവാൻ കണ്ണൻ അവന്റെ മന്തി റൈസും ചിക്കൻ പീസും ഇരുന്ന് ഉണ്ണുന്നത്, അടിക്കുന്നത് പോസ്റ്ററായിട്ട് അടിച്ചിറക്കി. 3 ദിവസം കഴിഞ്ഞു. എന്നിട്ടും ഇന്നാണ് ഹിന്ദു സംഘടനകൾക്കും ഹിന്ദുക്കൾക്കൊക്കെ ഉണർവ് വന്നത്. നേരെ തിരിച്ചാണെങ്കിലൊന്ന് ആലോചിച്ച് നോക്കും. നല്ല പന്നിയിറച്ചിയും കപ്പയും കൂട്ടിയിട്ട് നബിദിനത്തിന് അതല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ ഏതെങ്കിലും മുസ്ലിം ആഘോഷങ്ങൾക്ക് ഞമ്മൻ്റെ ആ ചെങ്ങാതി ഉണ്ടല്ലോ, അവൻ്റെ ചിത്രത്തിൻ്റെ ഒപ്പം നല്ല പന്നിയിറച്ചിയും കപ്പയും കൂട്ടിയിട്ടുള്ള ഒരു തൊപ്പി, നോൽപുട്ട് തൊപ്പിയൊക്കെ ഇട്ട് ഒരു സുഡാപ്പിയുടെ പിക്ചറും വെച്ച് അങ്ങോട്ട് അടിച്ചിറക്കിയാൽ, റംസാനും നോമ്പിനും ഒക്കെ അടിച്ചിറക്കിയാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? നോക്കൂ, ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ഈ ഭഗവാൻ കണ്ണനെ അപമാനിച്ച ഈ ചേർത്തലയിലുള്ള ഈ ഹോട്ടലുകാരൻ മാത്രമാണോ? അല്ലെന്നേ. വേറെയും തലശ്ശേരി അടക്കമുള്ള പല സ്ഥലങ്ങളിലും വിഷുവിന് ഭഗവാൻ കണ്ണന്റെ കയ്യിൽ നിന്ന് ചിക്കനും ബിരിയാണിയൊക്കെ വിളമ്പുന്ന ഫോട്ടോ വെച്ച് ഒരുപാട് എണ്ണം അടിച്ചിറക്കിയിട്ടുണ്ട്. നല്ല കാലം ഞമ്മന്റെ തള്ളാവ് കുക്കുംബറിന്റെ ഫോട്ടോ ഒന്നും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല, അതല്ലെങ്കിൽ കണ്ടു കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരുത്തനും ഉണ്ടോ എന്നുള്ള സംശയം കൊണ്ടോ എന്തോ ആയിരിക്കാം. എന്തായാലും അത്തരത്തിലുള്ള ഫോട്ടോ ഇല്ലാത്തത് കൊണ്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനിക്കും ഇത്തരത്തിലൊന്നും അടിച്ചിറക്കാൻ പറ്റില്ല. ക്രിസ്ത്യാനിയുടെ പേര് പറയുമ്പോൾ ക്രിസ്ത്യാനി ചോദിക്കും, ഞങ്ങളെ നീ എന്തിനാ ഇതിൽ കൂട്ടിച്ചേർക്കുന്നത് എന്ന് ചോദിക്കുമായിരിക്കും. എടോ, നിന്റെയൊക്കെ അന്ത്യാത്താഴം ഉണ്ണുന്ന യേശുവിന്റെ ആ ചിത്രമുണ്ടല്ലോ, അതൊക്കെ എത്ര വികലമാക്കി ഇവിടുത്തെ ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അടങ്ങുന്ന ഇവിടുത്തെ ദ്രോഹികൾ എത്ര വട്ടം അടിച്ചിറക്കിയിട്ടുണ്ട്. എന്നിട്ട് നിന്റെയൊക്കെ നട്ടല് ഒറ്റ തന്തയ്ക്ക് പറന്നവനാണെന്ന് നീയൊക്കെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ? വേണ്ടടോ, പാലാ ബിഷപ്പിനെ നാർക്കോട്ടിക് ജിഹാദ് എന്ന അദ്ദേഹത്തിന്റെ സഭയിലുള്ള കുഞ്ഞാടുകളോട് പ്രസംഗിച്ചതിന്റെ പേരിൽ അവരെ വളഞ്ഞ ജിഹാദികളെ നേരിടാനും ജിഹാദികൾക്ക് കൃത്യമായിട്ട് മണ്ണാക്കിൽ കൊടുക്കാനും ഏതെങ്കിലും ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു? ഇല്ലെന്നേ. അതുകൊണ്ട് ഇവിടെ ഇതൊക്കെ നടക്കും. അവരുദ്ദേശിച്ചത് നടന്നിരിക്കുന്നു. ഭഗവാൻ കണ്ണന്റെ പേരിൽ വിഷുവിന് മന്തി റൈസും ചിക്കൻ പീസും ഊട്ടി ഉണ്ണുന്ന ഭഗവാൻ കണ്ണന്റെ ചിത്രം പ്രചരിപ്പിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പൂണ്ടുവിളയാടുന്ന ഹിന്ദുക്കൾ അത് മാക്സിമം പ്രചാരണം കൊടുത്തു. അതൊക്കെ പ്രചാരണമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞമ്മന്റെ മുഹമ്മദ് ഷമീർ എന്ന് പറയുന്ന മുസ്ലിം ലീഗുകാരൻ നേതാവ് അവൻ മാപ്പ് പറച്ചിലുമായി വന്നിട്ടുണ്ട്. അവന്റെ മാപ്പിൽ അവൻ പറഞ്ഞതെന്നറിയാമോ? ഇത് എഡിറ്റ് ചെയ്ത ആൾക്ക് പറ്റിയ പിഴവാണ്. കുറച്ച് ആളുകൾക്ക് ഇതിനെ പേരിൽ കുറച്ച് വിഷമം നേരിട്ടിട്ടുണ്ട്, മാപ്പ് അപേക്ഷിക്കുന്നു എന്നുള്ളത്. നോക്കൂ, ഒരു പോസ്റ്റർ അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഏതെങ്കിലും പരസ്യം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ എഡിറ്റ് ചെയ്യുന്ന ആളിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ അത് ഡിസൈൻ ചെയ്യാറ്? അല്ല എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം. അത് ഡിസൈൻ ചെയ്തതിന് ശേഷം തന്നെ ഡിസൈൻ ചെയ്യാൻ ഏൽപ്പിച്ച ആളുകളെ കാണിച്ചുകൊണ്ട് അത് തെറ്റുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് പ്രിന്റ് എടുക്കുക, അതല്ലെങ്കിൽ പ്രചാരണം കൊടുക്കുക. അത് ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയാണ്. അവൻ ഉദ്ദേശിച്ചത് അവന്റെ ആരും അറിയാതിരുന്ന അവന്റെ ഹോട്ടൽ, ആ ഹോട്ടൽ ലോകം ഒന്നടങ്കം അറിഞ്ഞു, ഹിന്ദുക്കൾ അത് അറിയിച്ചു. എന്നിട്ട് ഇവിടുത്തെ ഹിന്ദു സംഘടനകളുണ്ടല്ലോ, നോക്കൂ, നിലയ്ക്കൽ സമരം വിജയിച്ച അതല്ലെങ്കിൽ വിജയിപ്പിച്ച സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലും കുമ്മനം രാജശേഖരേട്ടൻ്റെയൊക്കെ നേതൃത്വത്തിൽ വിജയിപ്പിച്ച ആ സമരം ഒഴികെയല്ലാതെ ഏതെങ്കിലും ഒരു സമയം ഇന്നത്തെ പുതിയ സോഷ്യൽ മീഡിയ സംഘടനകൾ, ഹിന്ദു സംഘടനകൾ വിജയിപ്പിച്ച ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഏറ്റവും അവസാനത്തെ ഒന്ന് പറയാം. മലപ്പുറം ജില്ലയിൽ വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന 1921 13,000 വരുന്ന ഹിന്ദുക്കളെ വെട്ടിക്കൂട്ടി കൊലപ്പെടുത്തി ആയിരക്കണക്കിന് ആളുകളെ മതം മാറ്റുകയും ചെയ്ത 921 ഇസ്ലാമിക കൊടും ഭീകരൻ, ആ ഭീകരന് വേണ്ടി മലപ്പുറത്ത് ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്,
സ്മാരക മന്ദിരമുണ്ട്. ആരുടെ കാശ് ഉപയോഗിച്ചിട്ടാ? ഇവിടുത്തെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാന്റെയും കാശ് ഉപയോഗിച്ചിട്ട്. ഇനി രണ്ടാമത് അയാൾക്ക് ചോക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വീണ്ടും ഒരു സ്മാരകം വരുന്നുണ്ട്. അതിനെതിരെയൊക്കെ ഇവിടത്തെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധം നടത്തിയിരുന്നു. എന്നിട്ടോ അത് ചെറുവിരൽ അനക്കാൻ പറ്റിയവർക്ക് ഇല്ലെന്ന്. ഹിന്ദു ഐക്യവേദി നടത്തിയ പ്രോഗ്രാം ഞാൻ നമ്മുടെ ചാനലിൽ ലൈവ് ചെയ്തിരുന്നു. ആ ലൈവ് ചെയ്തതിനെതിരെ എനിക്ക് ഒരു കേസ് കിട്ടി. ആ പ്രസംഗിച്ച ആൾക്കാർക്കൊന്നും എതിരെ കേസൊന്നുമില്ല. അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരത്തിലുള്ള കുഞ്ഞു ചാനലുകളുണ്ടല്ലോ, അവർക്ക് കേസുകൾ കിട്ടും. നോക്കൂ, ഇവിടെ ഏതെങ്കിലും ഒരു പദ്ധതി, ഒരു പ്രോഗ്രാം, ഇനി വേണ്ട തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ ഇതോ നാടിന്റെ മുക്കിലും മൂലയിലും സ്ഥാപിക്കുമെന്ന് വായി തവരാതെ പ്രസംഗിച്ച് നടന്ന ഇവിടുത്തെ ഒരുപാട് ഹിന്ദു സംഘടനാ നേതാക്കന്മാരുണ്ടല്ലോ, എന്നിട്ട് വല്ലതും സംഭവിച്ചോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ കവലകളിലും നിങ്ങളുടെ ടൗണുകളിലും? ഇല്ലെന്നേ. മലയാള ഭാഷാ പിതാവിന്റെ പ്രതിമ മലപ്പുറത്ത് തുഞ്ചൻ പറമ്പിൽ തന്റെ ജന്മസ്ഥലത്ത്, തന്റെ ജന്മഗൃഹത്തിൽ സ്ഥാപിക്കാൻ പോലും സമ്മതിക്കാത്ത ഈ ഇസ്ലാമിക ജിഹാദികളുടെ വലിയ വായിൽ അണ്ണാക്കിൽ കൊള്ളാത്ത വായും പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ മാത്രമേ ഇവിടുത്തെ ഹിന്ദു സംഘടനകൾക്ക് കഴിയുകയുള്ളൂ എന്നുള്ളത് ഇവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ കണ്ണനെ ഇവർ സുന്നത്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന രീതിയിൽ തന്നെ ഇന്നിപ്പോൾ ഭഗവാനെ കൊണ്ട് മന്തി റൈസും ചിക്കൻ പീസും തീറ്റിക്കുന്ന രീതിയിൽ പരസ്യം നൽകാൻ ഒരു മുസ്ലിം ലീഗുകാരൻ നേതാവ് തന്നെ, അയാളുടെ കുടുംബം തന്നെ രംഗത്ത് വരുന്നത് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ കുറെ തള്ളും പിന്നെ വായിൽ കൊള്ളാത്ത വലിയ വലിയ പ്രഖ്യാപനങ്ങളും നടത്തി ഇവിടുത്തെ ഹിന്ദു ജന്തു നേതാക്കളും ഒക്കെ പിരിഞ്ഞു പോകുമെന്ന് അവർക്കറിയാം. അത്രയേ ഉള്ളൂ എന്നുള്ളത് നമ്മൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിലയ്ക്കൽ സമരം എന്ന ഒന്നല്ലാതെ ഏതെങ്കിലും ഒന്ന് ഇവറ്റകൾ വിജയിപ്പിച്ച ചരിത്രം ഹിന്ദുക്കൾക്ക് മുൻപിലുണ്ടോ? എന്തുകൊണ്ടാണ് ഹിന്ദുവിനെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും വിഭജിച്ചെടുത്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു ഹിന്ദുവും ചിന്തിക്കില്ല. കാരണം അവനവന് വരണം, അവനവന്റെ വീട്ടിൽ വരണം, അവനവന് അനുഭവം വരണം, എങ്കിൽ മാത്രമേ ഹിന്ദു അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. നോക്കൂ, ഇവിടുത്തെ സാധാരണക്കാരുള്ള ഒരു ഹിന്ദു എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞൊരു ഹിന്ദു നേതാവിനെ വിളിച്ചു നോക്കും, അപ്പോൾ അറിയാം ഇവറ്റകളുടെയൊക്കെ തനിക്കൊണം. ഫോൺ എടുക്കില്ല, എടുത്താലും ശരി തിരിച്ചു വിളിക്കാം. ഇനിയോ കാര്യം പറഞ്ഞാൽ പറയും ശരി ഞാൻ നോക്കട്ടെ എന്ന് പറയും. പിന്നെ നിങ്ങൾ വിളിച്ചു നോക്കും, എടുക്കില്ല, തിരിച്ചു വിളിക്കില്ല, സഹായവും കിട്ടില്ല. ഇതൊക്കെ ഞാൻ എൻ്റെ അനുഭവത്തിന്റെ പേരിൽ തന്നെയാണ്. ഏറ്റവും വലിയൊരു വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നോക്കൂ, നമ്മൾക്കറിയാം ഇവിടെ ബലിദാനികളെ കുറിച്ച് വേദനയൂറുന്ന ഓർമ്മകൾ തന്നെയാണ് നമ്മൾക്കുള്ളത്. ഈ ബലിദാനികളെ കൊന്ന ജിഹാദികൾക്കെതിരെയും കമ്മ്യൂണിസ്റ്റ് നരഭോജികൾക്കെതിരെയും പ്രതിഷേധിക്കുന്ന അത് കായികപരമായിട്ട് പോലും പ്രതിഷേധിച്ചിട്ടുള്ള ഒരു സഹോദരൻ എൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് കുറെ സംസാരിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതാരെന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. പ്രമാദമായിട്ടുള്ള ജിഹാദിക്കെതിരെയുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ പേരോ വിവരങ്ങളോ കേസോ പറയാൻ പറ്റില്ല. നോക്കൂ, ഇവിടെ അംഗത്തിന്റെ മുതിർന്നൊരു കാര്യകർത്താവിനെ വിളിച്ച് ഞാൻ എന്നിട്ട് സംസാരിച്ചു. സർ, ഇങ്ങനെയൊക്കെ ആണോ? ഇവനെ വിശ്വസിക്കാമോ? ഇവനെ നമ്മൾ സഹായിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ബൈജു ചാനലിലൂടെ കഴിയുന്ന രീതിയിൽ സഹായിക്കണം, അവന് വേറെ ആരുമില്ല എന്നുള്ളത്. ഞാൻ ആ പയ്യന്റെ വീട് ഏകദേശം ഒരു മാസം മുമ്പ് സന്ദർശിച്ചിരുന്നത്. വാടക വീട്ടിൽ 2 പ്രമാദമായിട്ടുള്ള കേസിൽ പ്രതിയാണ് ആ ചങ്ങാതി. എനിക്ക് ശരിക്കറിയാം. കാരണം ഇവിടെ നമ്മൾ പ്രതിഷേധിക്കുന്ന ഏത് രീതിയിലുള്ള ആളുകളാണെങ്കിലും അവരെയൊക്കെ ഒരു ഹിന്ദു സംഘടനാ നേതാക്കന്മാരും ഒരു ഹിന്ദുവും സഹായിക്കില്ല. അതുകൊണ്ട് തന്നെയാണ്, ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഹിന്ദുക്കളെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും വിഭജിച്ചെടുത്തത്. ഇവിടെ ഹിന്ദുവിനെ നട്ടലോടുകൂടി ഒറ്റ തന്തയ്ക്ക് പറന്നവനാണ് ഞാൻ എന്ന ബോധത്തോടുകൂടി ഹിന്ദുവിനെ സഹായിക്കുന്ന ബോധത്തിലേക്ക്, തലത്തിലേക്ക് ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ എത്തിയിട്ടില്ല. ഇവിടുത്തെ BJP പറയാതിരിക്കുക നല്ലത്. അമ്മന്റെയും പിന്നെ കുഞ്ഞാടുകളുടെയൊക്കെ ആസനം മുത്താനും നക്കാനുമാണ് നമ്മൾക്ക് പ്രാധാന്യം. ഇവിടെയുള്ള ഹിന്ദു ഇവന്റെയൊക്കെ കക്ഷത്തിലുള്ള സാധനമാണല്ലോ. അതുകൊണ്ട് ഉത്തരത്തിലുള്ള കുഞ്ഞാടുകളെയും സുഡാപ്പികളെയും പിടിക്കാൻ വേണ്ടി ഓടുകയാണ്. അപ്പോഴും ഹിന്ദുവിന് ആരുമില്ല. ആ ഹിന്ദുവിന് ആരുമില്ല എന്ന അരക്ഷിതാവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥ കൊണ്ട് തന്നെയാണ് ഹിന്ദുവും മനസ്സിലാക്കുന്നത് തങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് സംസാരിക്കാൻ ഇവിടെ ഒരു BJP നേതാവില്ല, ഇവിടെ ഒരു ഹിന്ദു സംഘടനാ നേതാവില്ല. പക്ഷെ നേരെ തിരിച്ചാണെങ്കിലോ, തനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് സംസാരിക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ട്. പിന്നെയോ ഈ മുസ്ലിം നേതാക്കന്മാർ ഇവിടെയുണ്ട്. അതാണല്ലോ ഞെരളത്ത് ഹരിഗോവിന്ദന് സംഭവിച്ചത്. നോക്കൂ, ഞെരളത്ത് ഹരിഗോവിന്ദനെ തെറി വിളിക്കുന്ന ഓരോ ഹിന്ദുവും മനസ്സിലാക്കുക, ഇവിടുത്തെ ഹിന്ദുവിന്റെ പ്രശ്നം തീർക്കാൻ ഹിന്ദുക്കൾക്കാവുന്നുണ്ടോ? ഹിന്ദു സംഘടനകൾക്കാവുന്നുണ്ടോ? ഹിന്ദു നാമത്തിൽ നടക്കുന്ന ഞങ്ങൾ മതേതര പാർട്ടിയായി മാറിയിട്ടുള്ള കേരളത്തിലെ BJPക്ക് പറ്റുന്നുണ്ടോ എന്ന് ഓരോ വട്ടവും ചിന്തിക്കണം. ഇവിടെ കക്ഷത്തിൽ
ഇത്തരത്തിലുള്ള ഹിന്ദു എന്ത് ചെയ്താലും നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ലെങ്കിലും സഹായിച്ചില്ലെങ്കിലും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് ഉത്തരത്തിലുള്ള കുഞ്ഞാടിനെയും പിന്നെയോ മമ്മൂഞ്ചികളെയും പോയി പിടിക്കണമെന്ന് ആവേശത്തോടു കൂടി പറഞ്ഞു നടക്കുമ്പോൾ മനസ്സിലാക്കുക, ഹിന്ദു ഇതൊക്കെ കാണുന്നുണ്ട്, ഹിന്ദു ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. എന്തിനേറെ ചെറിയൊരു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു കോടതി വിഷയം, ഒരു കേസ് വിഷയത്തിന് നിങ്ങളുടെ നാട്ടിലുള്ള എത്ര BJP-ക്കാർ നിങ്ങളെ സഹായിക്കും? എത്ര ഹിന്ദു സംഘടനയിലുള്ള ഹിന്ദുക്കൾ നിങ്ങളെ സഹായിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വേണ്ട, പഞ്ചായത്തിലോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എത്ര BJP-ക്കാരെ നിങ്ങൾ വിളിക്കാറുണ്ട്? എത്ര BJP-ക്കാർ നിങ്ങളെ സഹായിക്കാറുണ്ട്? എത്ര ഹിന്ദു സംഘടനാ നേതാക്കന്മാരെ നിങ്ങൾ വിളിക്കാറുണ്ട്? എത്ര ഹിന്ദുക്കളെ നിങ്ങൾ വിളിക്കാറുണ്ട്? ആരെങ്കിലും നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പ്രമാദമായിട്ടുള്ള 2 കേസുകളിൽ പ്രതിയായിട്ടുള്ള നമ്മുടെ ഒരു സഹോദരൻ, ആ സഹോദരൻ ആർക്ക് വേണ്ടിയാണ് പ്രതികരിച്ചത്, പ്രതിഷേധിച്ചത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ആ സഹോദരനെ ആരും സഹായിക്കാനില്ലാതെ അവസാനം എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് സഹായിക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു 13,000-ലധികം 13-16 അടുത്ത് ഉള്ള ഒരു തുക അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റി. നോക്കൂ, ഞാനിവിടെ വെറുതെ പറയുകയല്ല, ഞാനിവിടെ കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ ഒരു സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. എനിക്ക് 19 മേലെ കേസുകൾ ഉണ്ടായിരുന്നു. അതിൽ ഈ അടുത്ത നാളിൽ 2 കേസുകൾ ഞാൻ ഫൈൻ അടച്ചുകൊണ്ട് ഒഴിവാക്കി. ഒന്ന് 10-ഉം ഒന്ന് 15-ഉമായിട്ടുള്ള ഫൈൻ അടച്ച് ഒഴിവാക്കി. ഇനി 17-ലധികം കേസുകളുണ്ട്. ഈ കേസുകളൊക്കെ എന്തിനാ വന്നെന്നറിയാമോ? എൻ്റെ വീട്ടിലേക്ക് അരി വാങ്ങാൻ വേണ്ടിയിട്ടല്ല, പ്രതികരിച്ചത് കൊണ്ടും പ്രതിഷേധിച്ചത് കൊണ്ടും ഇത്തരത്തിലുള്ള ചെറുകിട മാധ്യമങ്ങൾക്കെതിരെ കള്ള കേസ് എടുത്തുകൊണ്ടും ജയിലിൽ അടച്ചുകൊണ്ടും ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകളും കൊങ്ങികളും ദ്രോഹികളും ദ്രോഹിച്ചുകൊണ്ടും അതിനെതിരെ പടപൊരുതി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളോടൊരു സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ എത്ര പേർ അത് മുഖവിലക്കെടുക്കാറുണ്ട്, എത്ര പേർ സഹായിക്കാറുണ്ട് എന്ന ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുക. അപ്പോഴേ ഇവിടെ ഇസ്ലാമിക ജിഹാദികൾ ഭഗവാൻ കണ്ണനെ കൊണ്ട് മന്തി റൈസ് തീറ്റിക്കാനും ചിക്കൻ പീസ് വിളമ്പാനും മുതിരുമോ ഇല്ലയോ എന്നുള്ളതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുക. ഇവിടെ ഒരു സ്ഥാപനം മാത്രമല്ല, എത്രയോ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ഹിന്ദു ഭഗവാന്മാരെ, ഇനി നാളെ ശബരിമല സാക്ഷാൽ അയ്യപ്പ സ്വാമിയെയും മഹാഭഗവാൻ ശ്രീ പത്മനാഭനെയും സുന്നത്ത് കഴിപ്പിച്ചാലും ഇവിടത്തെ ഹിന്ദുവിനും ഇവിടത്തെ ഹിന്ദു നേതാക്കന്മാർക്കും ഇവിടത്തെ ഹിന്ദുവിന്റെ അട്ടിപ്പേർ അവകാശം പേറി നടക്കുന്ന BJP-ക്കും എന്താണ് ചെയ്യാൻ പറ്റുക എന്ന ചോദ്യം ഓരോ ഹിന്ദുവും ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു സഹായവുമായിട്ട് ഒരു ഹിന്ദു നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ അതെന്തിന്റെ പേരിലായാലും സഹായിക്കാൻ തയ്യാറാവാത്ത ഒരു ഹിന്ദുവും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് ജിഹാദികൾക്കെതിരെ മെഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഹിന്ദു സംഘടനാ നേതാവും മെഴുകേണ്ട ആവശ്യമില്ല. ഇനിയോ BJP-ക്കാരാ നിന്നോട് കൂടുതൽ പറയുന്നുമില്ല. മുത്താനും ആസനം നക്കാനും നടക്കാൻ ആ കാണിക്കുന്ന ആവേശമുണ്ടല്ലോ, അതിലൊരു ഇത്തിരിയെങ്കിലും ഹിന്ദുവിന് വേണ്ടി ചിലവഴിക്കും. ഇവിടുത്തെ വനവാസികളായിക്കോട്ടെ, SC/ST വിഭാഗം, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ. ഇവരുടെ ആ ചെറിയ ശതമാനത്തെ നിങ്ങൾ പിന്തുടർന്ന് അവർക്ക് വേണ്ട സഹായവും ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ നിങ്ങൾ എടുത്താൽ, ഒരു ചെറിയ റിസ്ക് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു വോട്ടിംഗ് ശതമാനമുണ്ട്. അത് ചെയ്യാതെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ശതമാനത്തിന് വേണ്ടി കുഞ്ഞാടുകളുടെ ആസനം നക്കാനും ജിഹാദികളുടെ കൈമുത്തി നക്കാനും നടക്കുമ്പോൾ നിങ്ങൾ ബലി കൊടുക്കുന്നത്, ഒറ്റ കൊടുക്കുന്നത് നിങ്ങളെ തന്നെയാണെന്ന ചിന്ത നിങ്ങൾക്ക് വേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നു, എനിക്കൊരു സഹായം ആവശ്യം വരുമ്പോൾ ഞാനിവിടെ അത് പച്ചയ്ക്ക് പറയാറുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കണോ എല്ലാവരെയും. ആരെങ്കിലും സഹായം ചോദിച്ചു വരുമ്പോൾ അവനെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും അയക്കുകയല്ലാതെ നീയൊക്കെ എന്താണ് ചെയ്യാറ്, ഇവിടെ ചെറുകിട മാധ്യമങ്ങളില്ലായിരുന്നെങ്കിൽ ഇവിടെ ടാറ്റയിലൊക്കെ നടന്ന ജിഹാദിനെ കുറിച്ച് ആരെങ്കിലും അറിയുമോ? ഇസ്ലാമിക ജിഹാദികൾ നടത്തുന്ന വൈറ്റ് കോളർ ജിഹാദിനെ കുറിച്ച് അറിയുമോ? എത്ര കേരളത്തിലെ മാധ്യമങ്ങൾ അത് വാർത്ത നൽകിയില്ല. ഇവിടെ ചെറുകിട മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകൾ അറിഞ്ഞ് മലയാളി പ്രതികരിച്ച് പ്രതിഷേധിച്ച് രംഗത്ത് വന്നപ്പോൾ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് അത് വാർത്തയായി നൽകേണ്ടി വന്നു. അത്തരത്തിൽ എന്നെ പോലെയുള്ള ചെറുകിട മാധ്യമങ്ങളുടെ വായ് പൂട്ടിക്കെട്ടാനും അവർക്കെതിരെ കള്ളക്കേസെടുത്ത് ജയിലിലടയ്ക്കാനും അത്ര കണ്ട ആവേശത്തോടു കൂടി ഇവിടുത്തെ ഭരണവർഗവും ഇസ്ലാമിക ജിഹാദികളും കൊങ്ങി കൂട്ടങ്ങളും ഒക്കെ നടമാടുമ്പോൾ അവരെ സഹായിക്കേണ്ടത്, ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ നിലനിന്നു പോവേണ്ടത് ഇവിടുത്തെ ഓരോ സാധാരണക്കാരനായിട്ടുള്ള ഹിന്ദുവിൻ്റെയും ആവശ്യമാണ്, ജനാധിപത്യ വിശ്വാസിയുടെയും അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ നന്ന്. അതുകൊണ്ട് സഹായം ചോദിച്ചു വരുമ്പോൾ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുക, സഹായിക്കാതിരിക്കുക എന്നുള്ള ഹിന്ദുവേ നിന്റെ മനോഭാവമുണ്ടല്ലോ, ഹിന്ദു സംഘടനകളെ നിങ്ങളുടെ ആ മനോഭാവമുണ്ടല്ലോ, BJP-ക്കാരാ നിന്റെ ആ മനോഭാവമുണ്ടല്ലോ, അത് ഒരിക്കൽ നീ കണ്ണീർ തീർത്താലും ഒഴുക്കിയാലും തീരാത്ത രീതിയിൽ നിന്നെ തിരിഞ്ഞു കുത്തും എന്നുള്ളത് നീ മനസ്സിലാക്കിക്കോ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.